നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? വല്ലച്ചിറ. വല്ലച്ചിറ. ഏതാ ജില്ല? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ല വല്ലച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് ക്ലാസ്. ട്രാവൽ റോഡ് ഇങ്ങനെ വരുന്ന സമയത്ത് പോക്കറ്റ് റോഡിൽ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വണ്ടികൾ വരാം. അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് വണ്ടികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ റൈറ്റ് സൈഡിലോട്ട് നോക്കണം ആദ്യം. കാരണം നമ്മൾ അവിടുന്ന് വണ്ടി വരുന്നത് നോക്കി വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പം ലെഫ്റ്റോട്ടും റൈറ്റോട്ടും പോകാം ഇല്ലേ? അപ്പൊ നമുക്ക് എങ്ങോട്ടാ ഇപ്പൊ പോകണ്ടേ? റൈറ്റ്. അപ്പൊ അവിടെ വണ്ടി നോക്കണം. നമ്മൾ ഇവിടെ ലെഫ്റ്റിലും വണ്ടി നോക്കണം. രണ്ടിടത്തും വണ്ടി ഇല്ലെങ്കിൽ വേണം എന്ത് ചെയ്യാൻ? ഇവിടുത്തെ വണ്ടികൾ ഇല്ലെങ്കിൽ 10 മിനിറ്റ് 10 ഗ്യാപ്പ് നമുക്ക് കയറ്റി വെക്കാം കേട്ടോ. അങ്ങനെ വേണം നമ്മളിങ്ങനെ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ കയറാൻ വേണ്ടിട്ട് കേട്ടോ. ഇപ്പൊ ഏതാ സ്ഥലം ഏതാ? ഇപ്പൊ സെന്റർ അല്ലേ? വിഷുവിന് ഒരു ടീം ഇങ്ങനെ സ്നേഹത്തിരിച്ച് കൊണ്ടുപോയി വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരൻ. അപ്പൊ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കാനും പറ്റിയില്ല. ഡ്രൈവർമാരെ വിളിച്ചപ്പോ എല്ലാവരും തിരക്കിലായിരുന്നു. അത് കാരണം നമുക്ക് ആ വാടക ക്യാൻസൽ ചെയ്യേണ്ട വന്നു. ദുഃഖവെള്ളിക്ക് മുടക്കമുള്ള ദിവസമായിരുന്നു. അന്ന് ഇതേപോലെ തന്നെ വാടക നമുക്ക് ക്യാൻസൽ ചെയ്ത് വന്ന് നമുക്ക് ഓടിക്കാൻ പറ്റാത്ത കാരണം 2 മാസമായിട്ട് വണ്ടി കിട്ടിയിട്ടും പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ വണ്ടി എടുത്തിട്ടേ ഇല്ല. ഇല്ല. അതെന്താ എടുക്കാൻ? വണ്ടി ഓടിക്കാൻ പേടി, പിന്നെ കറക്റ്റ് പറഞ്ഞു തരാനുള്ള ആളുമില്ല. അത് കാരണം വണ്ടി ഓടിച്ചിട്ടാണെന്നില്ല. ഇതെന്ത് ധൈര്യത്തിലാണ് ട്രാവലർ എടുത്തത്? ട്രാവലർ എടുക്കാൻ ഒരു ധൈര്യം ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും നമുക്ക് പിന്നീട് ഓടിച്ച് പഠിക്കാം. പിന്നെ വണ്ടി എടുക്കാനായിട്ട് മുമ്പ് തന്നെ യൂട്യൂബിൽ നോക്കി അതിന്റെ വശങ്ങളൊക്കെ പഠിച്ചിരുന്നു. ട്രാവലറിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടായിരുന്നു. ബസ്സിന്റെ അല്ല, ട്രാവലറിന്റെ. ഞാൻ ട്രാവലറിന്റെയാണ് ഫസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാറുകളുടെ അല്ല. അപ്പോഴാണ് ട്രാവലറിന്റെ കാണിച്ചത്. അതിനുശേഷമാണ് ഞാൻ ട്രാവലർ ചേട്ടനെ വിളിച്ച് ബന്ധപ്പെട്ടത്. ഫസ്റ്റ് തന്നെ ട്രാവലറിന്റെ കേസ് പറഞ്ഞത്. അപ്പൊ ഓടിക്കാൻ വരാം എന്ന് പറഞ്ഞത്. നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തനിയെ വാഹനം ഓടിക്കാൻ പേടി. അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. കാരണം ഇത് ഒരു ട്രിക്കും ടിപ്സുമാണ്. കാരണം ഈ ട്രിക്കും ടിപ്സും എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയാത്തതെന്ന് വെച്ചാൽ പലർക്കും പല മിസ്റ്റേക്കുകളാണ്. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറെ. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്. ഈ ഒരു പ്രാക്ടീസ് പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. എങ്ങനെയാണ് ഈ ട്രാവൽ എടുക്കാൻ കാരണം എന്താ? സ്കൂൾ ഓട്ടത്തിന് വേണ്ടിയിട്ടാണ് ട്രാവലർ എടുത്തിട്ടുള്ളത്. ഓടിക്കാനൊന്നും അറിയണ്ടായിരുന്നില്ല, എടുത്തിട്ടെന്ന് മാത്രം. അപ്പൊ കാറൊന്നും വലിയ എയിം ഉണ്ടായിരുന്നില്ല ഓടിക്കാനായിട്ട്. ട്രാവലർ എടുത്തതിന് ശേഷം കാർ ഓടിക്കാനായിട്ട് പോയി ലൈസൻസ് കിട്ടി. വണ്ടിയിൽ കയറാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഓടിക്കാനായിട്ട്. ഇത്ര ദൂരം ഓടിക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, യാതൊരു കുഴപ്പമില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എത്ര വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം വീഡിയോ കാണാനോർക്കും ഇത് നേരത്തെ വണ്ടി ഓടിക്കാൻ അറിയാവുന്നതല്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചിലപ്പം പിടിക്കും. ഇല്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല. അത് ഇന്ന് ഓടിച്ചു തുടങ്ങിയിട്ടുള്ളോ. കാറിന്റെ ലൈസൻസ് കിട്ടിയിട്ട് കുറച്ച് നാളായിട്ടുള്ളോ. നമ്മുടെ കയ്യിൽ വണ്ടി ഏതാ? ഇപ്പൊ നമ്മുടെ കയ്യില് ഓട്ടോറിക്ഷ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓട്ടോറിക്ഷ മാത്രം ഓടിക്കാൻ അറിയുന്നുള്ളൂ. ഓട്ടോറിക്ഷ ഓടിക്കാൻ ടൗണിലാണ് ഓടിക്കുന്നത്. അതിന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. നന്നായിട്ട് തൃശ്ശൂർ ടൗണില് അപ്പൊ അതിന് നല്ല ധൈര്യമാണോ, നല്ല എക്സ്പീരിയൻസ് ഉള്ള കാരണം. പക്ഷെ കാർ ഓടിക്കാൻ തീരെ എക്സ്പീരിയൻസ് ഇല്ല. അത് കാരണം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിയമങ്ങള് അറിയണതല്ല. അപ്പൊ അത്യാവശ്യം വണ്ടി തട്ടി എന്തൊക്കെ ഉണ്ടാവും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയണ കാരണം. വലിയ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ തട്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കേസുകളൊക്കെ ഉള്ള കാരണം നമ്മള് പേടിയായിരുന്നു. ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ആ പേടി പോയി. ഇതിപ്പോ വണ്ടി എടുത്തിട്ട് ഇപ്പൊ 2 മാസം ആവാറായി. ഇന്നാണ് വണ്ടി ശരിക്കും ഓടിച്ചത്. ഇത്ര ദിവസമായിട്ട് ആകെ ഒരു 2 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. പിന്നെ പേടിയായിട്ടാണ് ഓടിക്കാൻ. ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു ആള് പറഞ്ഞു തരാനും ഈ പറഞ്ഞ പോലെ ശരിക്കും ഇല്ലാത്ത കാരണം. പക്ഷെ ഇപ്പൊ ശരിയായി. ഇപ്പൊ നല്ല ഭംഗിയിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓട്ടോ മാറ്റി എടുക്കാൻ കാരണം എന്താ? സ്കൂൾ വാടകയാണ് മെയിനായിട്ട്. സ്കൂൾ ഓട്ടത്തിനാണ്. സ്കൂളിലിപ്പോ
10-20 പിള്ളേരുണ്ട്. 2 ട്രിപ്പായിട്ടാണ് പിള്ളേരെ കൊണ്ടുപോകുന്നത്. അതിപ്പോ നമുക്ക് ഒറ്റൊരു ട്രിപ്പ് ആക്കിയെങ്കിൽ നമുക്ക് സമയം വെച്ചാൽ പിന്നെ ഇത് കുറച്ച് പൈസയും കിട്ടും. പിന്നെ അത്യാവശ്യം നമുക്ക് മറ്റുള്ള ഓട്ടങ്ങളും കിട്ടല്ലോ. സാധാരണ മലവാടക അങ്ങനത്തെ വാടകകളൊക്കെ പോകാനായിട്ട് ട്രാവലറിലെ ആൾക്കാരെ കൊണ്ടുപോകാൻ ഭയങ്കര താല്പര്യമാണ്. എന്നാലും നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ട്രാവലർ എടുക്കാൻ. ഇപ്പൊ ട്രാവലർ എടുക്കാൻ പറ്റി. അപ്പൊ അത് ഞാനിപ്പോ ഡ്രൈവിംഗും വണ്ടി ഓടിക്കാന്നുള്ള കോൺഫിഡൻസും വന്നു. അപ്പൊ ചേട്ടന്റെ ഒരു ഇത് കാരണമാണ് അത് പറ്റിയത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുന്ന ഒരിക്കലും വിചാരിച്ചില്ലേ. അതെ അല്ലല്ല, ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോ വീഡിയോകൾ കണ്ടിട്ട് അതില് ഫോൺ നമ്പർ നോക്കിയിട്ടാണ് വിളിച്ചത്. ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. യൂട്യൂബിൽ നോക്കിയിട്ട് സ്വന്തം ഇഷ്ടത്തിന് വിളിച്ചതാണ്. അപ്പൊ പലരും പറഞ്ഞു അത് ചൂവ് ആവോ, ആള് വരുമോ, ഇപ്പത്തോ ഇത്ര ദിവസം കഴിഞ്ഞിട്ടല്ലേ ബുക്കിംഗ് കിട്ടിയത്, അത് കാരണം ആ ഒരു മാസം കൊണ്ട് ശരിയാവോന്നൊക്കെ പലരും ചോദിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. കാറ് വരെ ഞാൻ അത്രയ്ക്ക് ഓടിച്ചിട്ടില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോ 4 കിലോമീറ്ററാണ് അവര് തരിക. അത് ഏറ്റവും നേരം വെളുക്കുമ്പോഴാണ് അവര് വണ്ടി തരിക, തീരെ ബ്ലോക്ക് ഇല്ലാത്ത സമയത്ത്. ഇപ്പൊ ബ്ലോക്ക് ഉള്ള സമയത്താണ് വലിയ ഒരു വണ്ടിയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് ധൈര്യം ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റില്ലല്ലോ. ശരിക്കും വണ്ടി എടുത്ത ഡേറ്റ് ഫെബ്രുവരി 26 ശിവരാത്രിയുടെ അന്നാണ് വണ്ടി കൊണ്ടുവന്നത്. അന്ന് ഇതുപോലെ വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പൊ 5 ആളുടെ വിളിച്ച് വിഷുവിന് ഒരു ടീം ഇങ്ങനെ സ്നേഹത്തിരിച്ച് കൊണ്ടു പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരൻ. അപ്പൊ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കാറാൻ പറ്റിയില്ല. ഡ്രൈവർമാരെ വിളിച്ചപ്പോ എല്ലാവരും തിരക്കിലായിരുന്നു. അത് കാരണം നമുക്ക് ആ വാടക ക്യാൻസൽ ചെയ്യേണ്ട വന്നു. ദുഃഖവെള്ളിക്ക് മുടക്കമുള്ള ദിവസമായിരുന്നു. അന്ന് ഇതേപോലെ തന്നെ വാടക നമുക്ക് ക്യാൻസൽ ചെയ്ത് വന്ന് നമുക്ക് ഓടിക്കാൻ പറ്റാത്ത കാരണം ഇതിപ്പോ ആറാട്ടുപുഴ. നമ്മുടെ സ്ഥലത്തിന്റെ അടുത്ത് തന്നെ ഉള്ളതാണ് ആറാട്ടുപുഴ. ഇപ്പൊ നല്ല ഭംഗിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ അളവ് നമ്മള് മനസ്സിലാക്കണം. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പേടിപ്പിക്കാനായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ല. വണ്ടിയുടെ വലിപ്പത്തിൽ വലിയ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പലർക്കും തോന്നാം വലിയ വണ്ടി ചെറിയ വണ്ടിയെ മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഇനി ചെറിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും. വലിയ വണ്ടിയെന്നോ ചെറിയ വണ്ടിയെന്നോ നമുക്കില്ല. ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഒരാൾക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാകും. ആ മിസ്റ്റേക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഓടിക്കാം. എന്തായാലും നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ട്രാവലറിനൊക്കെ ആകുമ്പോൾ ഇടസൈഡിലൊന്നും ക്ലച്ചും ബ്രേക്കും ഒന്നും ഇല്ല. എന്തായാലും അതുപോലെ തന്നെ അടുത്തിരുന്ന് സ്റ്റിയറിംഗ് പിടിക്കാനും പറ്റുകയില്ല. അപ്പൊ ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വണ്ടി ഓടിക്കാം. പിന്നെ പലർക്കും തോന്നും ഇപ്പൊ ഈ ട്രാവലർ ഓടിക്കുന്ന ചെറിയ കാറുകളൊക്കെ ഓടിച്ചുകൊണ്ട് നടന്ന ആൾക്കാരെ കൊണ്ടല്ല വലിയ വണ്ടി ഓടിക്കാൻ കഴിയുന്നുള്ളത്. കാർ ഓടിച്ചിട്ടുണ്ടോ നേരത്തെ? ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്നുള്ളൂ. എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് അധികം നാളായില്ല. മാർച്ച് 27-ാം ഞാൻ ടെസ്റ്റ് പൂർത്തിയാക്കിയത്. ഇപ്പൊ മാർച്ച് 27 കഴിഞ്ഞിട്ട് ഇപ്പൊ ഏപ്രിൽ 24 ആയിട്ടുള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട്. പിന്നെ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല. ഇപ്പൊ സത്യം പറയാൻ ഇപ്പൊ നമുക്കൊരു വണ്ടി ഉണ്ട് നമ്മുടെ കയ്യിൽ, എന്നിട്ട് വരെ നമ്മൾ ഇതിന് തുനിഞ്ഞിട്ടില്ലേ. ഇപ്പോഴാണ് ഇനി വണ്ടി ഓടിക്കണത്. വീട്ടുകാരൊക്കെ മടുപ്പിച്ച വണ്ടി എടുക്കണ്ടെന്ന് വീട്ടുകാര് പറഞ്ഞു ഇപ്പൊ വണ്ടി എടുക്കണ്ട, ഒറ്റയ്ക്ക് എടുക്കാറായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതേപോലെ തന്നെ കൂട്ടാക്കി ആരെങ്കിലും കൂടെ വന്നിട്ട് പറഞ്ഞിട്ട് വണ്ടി എടുക്കാം, നല്ലൊരു ഇതായിട്ട് എടുക്കാം, വെറുതെ നമ്മള് അപകടങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ നോക്കിയാ ആ ചേട്ടന്മാരൊന്നും പറയാണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് വണ്ടി എടുക്കുന്നത്. ഇതുവരെ ഞാൻ തിരിക്കാൻ നേരോ അല്ലെങ്കിൽ അങ്ങോട്ട് ഒന്നും പറഞ്ഞില്ലേ. അത് പറഞ്ഞു, ഞാൻ റോഡിൽ ഇറങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞു. അതെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളൂ, അതിനനുസരിച്ച് ഓടിച്ചാൽ മതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ക്ലച്ച് ഔട്ടെന്ന് പറഞ്ഞു. ഇല്ല പറഞ്ഞിട്ടില്ല. സ്റ്റിയറിംഗ് തിരിക്കാൻ പറഞ്ഞു, ഗിയർ മാറാൻ പറഞ്ഞു, കയറ്റി ഇതിന് മുമ്പ് ഞാൻ മിസ്റ്റേക്ക് പറഞ്ഞു. അതില്ലേ തീർച്ചയായിട്ടും പറഞ്ഞു. വണ്ടിയിൽ കയറുമ്പോ ആള് പറഞ്ഞു എന്റെ അടുത്ത്, വണ്ടിയിൽ നിന്ന് നീ കയറിയിരിക്കും, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാന്ന് പറഞ്ഞിട്ടാണ്. വണ്ടിയിൽ കയറിയിരുന്നു. അപ്പൊ തന്നെ ആള് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വണ്ടി എടുത്തിട്ട് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ 1 മണിക്കൂറോളം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം മാത്രമാണ് വണ്ടി എടുത്തത്. അല്ലാതെ വണ്ടി ഓടിപ്പിച്ചിട്ടാണോ ഞാൻ മിസ്റ്റേക്ക്? അല്ല നമ്മള് വണ്ടി ഓടിക്കണത് കാണുമ്പോ സീറ്റിൽ കയറി ഇരുന്നപ്പോ എന്നെ ആൾക്ക് കേസ് മനസ്സിലാക്കി. വണ്ടി സീറ്റിൽ കയറി ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്നെ ആൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു ഓഫ് ചെയ്ത് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അതിനുശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മുടെ വണ്ടി ഓടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പൊ സുഖമായിട്ട് ആ തെറ്റ് മനസ്സിലാക്കി ഇപ്പൊ വണ്ടി ഓടിച്ചപ്പോ യാതൊരു കുഴപ്പമില്ല.